ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ സെറി ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചല്ലോ. ഇനി നമ്മൾ സിക്സാഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു സെറി ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ എൻഡ് ഒന്ന് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഫസ്റ്റിൽ ഒരു ചെയിന് ഇങ്ങനെ കുത്തിയെടുക്കാം. ഇങ്ങനെ ചെയിൻ എടുത്തിട്ട് നമുക്ക് സൈഡിലേക്ക്, അതായത് സിക്സാഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സൈഡിലേക്കായിട്ട് മുകളിൽ വരച്ചിട്ടുള്ള കറക്റ്റ് ലൈനിൻ്റെ അടുത്ത് പോയിട്ട് വീണ്ടും ഒരു ചെയിൻ എടുക്കുക. എന്നിട്ട് നമ്മളെന്താ, ഈ ചെയിനിൻ്റെ അതേ ഡയറക്ഷനിൽ ഈ ലൈനിൻ്റെ പുറത്തായിട്ട് ഒരു ചെയിൻ ലോക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു ചെയിൻ ലോക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ വല്ലാതെ ബലം പിടിച്ച് വലിക്കരുത്. എന്നപ്പോൾ നമ്മൾ ഈ സെറി ത്രെഡ് വലിഞ്ഞിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് സ്മൂത്തായിട്ട് പിടിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഇതേ ലൈനിൽ നീഡിലൊന്ന് കുത്തിയിറക്കുക, അടിയിൽ ചുറ്റി കൊടുക്കുക, പുറത്തേക്ക് ത്രെഡ് എടുക്കുക. എന്നിട്ട് അതേ ഡയറക്ഷനിൽ നമ്മൾ വീണ്ടും ഒരു ചെയിൻ ലോക്ക് കൊടുക്കുക. ഇങ്ങനെ ചെയിൻ ലോക്ക് കൊടുക്കുക. ഇത് വീണ്ടും ഓപ്പോസിറ്റ് പോയിട്ട് അതേ ലൈനിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഏതൊരു കോർണറിലും നമ്മൾ ചെയിൻ ലോക്ക് ഇടാൻ വേണ്ടി മറന്നു പോകരുത്. ഈ ഒരു ഡയറക്ഷൻ നമ്മൾ ഓർത്ത് വെക്കുക. സിക്സാഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിനാണ് സിക്സാഗ് വർക്ക് എന്ന് പറയുന്നത്. എല്ലാ കോർണേഴ്സിലും നമ്മൾ ഇങ്ങനെ ചെയിൻ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ കൂടെ തന്നെ ആ ചെയിൻ ഇങ്ങോട്ട് പോരും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. നമ്മൾ അതേ ലൈനിൽ തന്നെ വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെയിൻ ലോക്ക് മാത്രമാണ് ലൈനിൻ്റെ പുറത്തായിട്ട് ചെയ്യുന്നത്, അതും സെയിം ഡയറക്ഷനിൽ തന്നെ. ഓക്കെ.